ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ജർമ്മനിയിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഷൂള് സ്റ്റാർട്ട് ചെയ്യാണ് ഏപ്രിൽ 1. പക്ഷെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് 10:30 ആണ് റൂമിലെത്തിയത്. അക്കോമഡേഷൻ ശരിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ നേരം വൈകിയ കാരണം അവിടുത്തെ ഹൈമിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് 10:30 ആകുമ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഷൂളിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. മൊത്തം നല്ല സ്ഥലമാണ്. ഫ്രീഡ്ബർഗാണ് ഞാൻ വന്നിരിക്കുന്ന സ്ഥലം. ജർമ്മനിയിൽ ഫ്രാങ്ക്ഫൂട്ടാണ് എയർപോർട്ട്. ഫ്രാങ്ക്ഫൂട്ടിൽ വന്നു, ഫ്രീഡ്ബർഗിൽ വന്നു. ഇന്ന് ഞങ്ങളുടെ ആർബൈറ്റ് ഗേബറെ കാണാൻ പോവാണ്. അപ്പം ഇന്ന് ഷൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ തലേദിവസം വരാൻ നിൽക്കരുത്. എനിക്കത് പറ്റി. നിങ്ങൾ വരാൻ നിൽക്കരുത്. എല്ലാവരും നേരത്തെ വരാനായിട്ട് ട്രൈ ചെയ്യാം. ഇതാണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്: വിനായക്, അനഘ, അഭയ്. ഞങ്ങൾ 4 പേരാണ് ഒരുമിച്ച് ഷൂളയിലേക്ക് ഉള്ളതും പിന്നെ വർക്ക് ചെയ്യണോടത്തും ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ്. അപ്പം ഞങ്ങൾ മോർണിംഗ് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. എന്തായാലും ഷൂളയിൽ പോകുന്നില്ല, നമുക്ക് നമ്മുടെ താമസ സ്ഥലത്തേക്കൊക്കെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി എല്ലാം കാണാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ, നല്ല തണവായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് ആ തണവിനെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് 2 കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണവുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ലത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കാനുണ്ടെങ്കിൽ വേഗം നിർത്തി തരും. അതൊരു നല്ലൊരു സൂപ്പറായിട്ട് തോന്നി എനിക്ക്. ഇത് സ്റ്റഡ് ഹാളാണ്. നമുക്ക് ഇവിടെ ബെഞ്ചുകളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. കുറച്ചും കൂടി ഞങ്ങൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്ഥലം കണ്ടു. എല്ലാവരും ജോഗിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോഗ്സിനെയൊക്കെ കൊണ്ട് വാക്കിങ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട് ഓർമ്മ വരും നമുക്ക്. ജസ്റ്റ് ചെറിയൊരു തോടൊക്കെ ആയിട്ട് ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കൂടുതൽ മാറ്റങ്ങൾ വിൻ്ററിലാണ് വരിക. പിന്നെയുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു മരത്തുമ്മ പോലും ഒരു ഇലയില്ല. അതാണ് മെയിനായിട്ട് വന്ന മാറ്റം. ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ കണ്ടതിന് ശേഷം മെയിൻ റോഡിലിറങ്ങി. സൈഡിൽ കൂടെ നമുക്ക് നടക്കാനുള്ള ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേ നടന്നു കുറച്ച് ദൂരം. ഞങ്ങൾക്ക് ഇന്നലെ വന്നപ്പോൾ ഞങ്ങളുടെ ആർബൈറ്റ് ഗേബർ ഞങ്ങൾക്ക് സിമ്മ് തന്നായിരുന്നു. ലൈക്കയുടെ സിമ്മാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. അപ്പോൾ അത് 10 GB നെറ്റേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനൊന്നും പറ്റുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്